ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഒരു ബസ് യാത്രയിലൂടെയാണ് കേട്ടോ. അപ്പോൾ അപ്പവും ഞാനും വിച്ചും കൂടി ബസ്സിലൊരു സ്ഥലം വരെ പോവാണ്. കയ്യിൽ ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വിച്ചുവിൻ്റെ കയ്യിലും അവഞ്ചേഴ്സിന് അവൻ എടുക്കാൻ മറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചാലക്കുടിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ 2 വീലർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി വന്നു. അപ്പോൾ അത് ഷോറൂമിൽ നിന്ന് കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ നല്ല അടിപൊളിയായിട്ട് പോകുമ്പോൾ ഒരു വ്യൂ കണ്ടു കേട്ടോ. നമ്മുടെ കുറേ വവ്വാലുകൾ കൂട്ടം കൂടി പറക്കുന്നു. പിന്നെ നല്ല പാടത്തിൻ്റെ സൈഡിൽ കൂടിയൊക്കെയാണ് വണ്ടി പോകുന്നത്. നല്ല അടിപൊളിയായ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ടാണ് കേട്ടോ ബസ്സിൽ യാത്ര. പിന്നെ ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ടൊക്കെ കേട്ട് ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പാട്ടൊക്കെ കേട്ട് ബസ്സിലൂടെ യാത്ര ചെയ്യാനൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ അവിടെ എത്തി, ചാലക്കുടി എത്തിയിട്ട് നമ്മൾ ഓട്ടോ വിളിച്ച് പോവാണ്. അങ്ങനെ നമ്മൾ ഷോറൂമിലെത്തി. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി ഫസ്റ്റാണ് കേട്ടോ, നമ്മൾ പോയി ഫസ്റ്റ് വിസിറ്റാണ്. മീൻസ് വണ്ടി ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വണ്ടിയിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. അപ്പം തന്നെ നമ്മൾ വേഗം കളക്ട് ചെയ്യാൻ വേണ്ടി എത്തിയതാണ്. അപ്പോൾ ആൾ നമുക്ക് ഇതിനെ അറിയേണ്ട ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിച്ചു അവിടെ റോഡിലോട്ട് നോക്കിയിരിക്കേണ്ട വണ്ടികളൊക്കെ പോകുന്നത്. അങ്ങനെ അതൊക്കെ നോക്കി ഓരോന്നൊക്കെ പറഞ്ഞു, അതൊക്കെ പഠിച്ചു. അങ്ങനെ നമുക്ക് വണ്ടിയുടെ പുതിയ ഹെൽമെറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്പു ആണ് ഇന്ന് വണ്ടി എടുക്കുന്നത്. അപ്പോൾ അപ്പുവിൻ്റെ കൂടെയാണ് നമ്മൾ ഇന്നത്തെ റൈഡ്. അപ്പോൾ നമ്മുടെ പുതിയ വണ്ടിയിൽ അപ്പുവിൻ്റെ കൂടെ നമുക്ക് പോവാം. അപ്പോൾ അപ്പു ഒന്ന് ജസ്റ്റ് വണ്ടി ഒന്ന് ടെസ്റ്റ് അടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവൻ അതുകൊണ്ട് ഒരു റൗണ്ടൊക്കെ അടിച്ച് വന്നു കേട്ടോ. അപ്പോൾ അവൻ മുമ്പ് ഈ വണ്ടി തന്നെ സെയിം ഓടിച്ചിട്ടുള്ളവരുണ്ട്. അവന് ഇഷ്ടമാണ് ഈ മോഡൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിത് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ കേട്ടോ. അപ്പോൾ രാത്രിയായി, ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീടെത്തിയത്. അപ്പോൾ വീട്ടിലെത്തി അമ്മയ്ക്ക് അച്ഛനൊക്കെ വണ്ടി കാണിച്ചു കൊടുത്തു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഇപ്പോൾ നേരം വെളുത്തു, പിറ്റേ ദിവസമാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ വന്നേക്കാണ്. നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു പുതിയ വണ്ടി വാങ്ങിക്കുമ്പോൾ ഒരു ഐശ്വര്യത്തോടെ അത് പൂജിച്ചിട്ട് വേണ്ടേ തുടങ്ങാൻ. അപ്പോൾ നമ്മുടെ മൂത്തുന്നത്തെ അമ്പലത്തിൽ വന്നേക്കാണ്. അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ തൊഴുത് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും ശാന്തി വന്ന് പൂജ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ചന്ദനമൊക്കെ വെച്ച് ഓമൊക്കെ ഡിസൈനൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് ശാന്തി. അതിനുശേഷം പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എനിക്കൊരു തേങ്ങ ഉടയ്ക്കാൻ കയ്യിൽ തന്നു കേട്ടോ. എന്നിട്ട് ദക്ഷിണയൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് വണ്ടി ഒരു തവണ വലം വെച്ചിട്ട് പിന്നെ അവിടെ പോയിട്ട് തേങ്ങ ഉടയ്ക്കാനാണ് പറഞ്ഞത് എന്നോട്. അപ്പോൾ ഞാനതുപോലെ തന്നെ വണ്ടിയൊക്കെ വലം വെച്ചു, തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ മുകളിലാണെങ്കിൽ കർപ്പൂരം കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കർപ്പൂരം കത്തിച്ച് വെച്ചേക്കണ ആരുകൊണ്ട് തന്നെ കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കാറ്റുള്ളവരുണ്ട് ഇങ്ങനെ മേത്തോട്ട് ഇങ്ങോട്ട് തീ ഇങ്ങനെ വരെയാണ്. അപ്പോൾ ചെറിയൊരു പേടിയുണ്ട്, കാറ്റിലിങ്ങനെ തീ ആളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വരെ നടക്കണം കേട്ടോ. അപ്പോൾ അതും പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ അമ്മയും വിച്ചുണ്ട് പുറകെ. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ അപ്പുവാണ്. അപ്പോൾ നടന്ന് അവിടെ എത്തി. ഇനി ആ അമ്പലത്തിൽ അവിടെ ഒന്ന് വലം വെച്ചിട്ട് തേങ്ങ ഉടയ്ക്കണം. അങ്ങനെ ഞാൻ തേങ്ങ ഉടയ്ക്കാൻ പോവാണ്. പണ്ടൊക്കെ തേങ്ങ ഉടയ്ക്കുമ്പോൾ അങ്ങനെ പൊട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് കൊച്ചിനോടൊക്കെ മാറി നിൽക്കാൻ പറയുകയാണ്. നീ ഇന്നോട്ടാ, ഇനി വെറുതെ റിസ്ക് എടുക്കണ്ട, അങ്ങനെ തെറിച്ച് വന്ന്. അപ്പോൾ ഞാൻ തേങ്ങ ഉടയ്ക്കാൻ പോവാണ്. അപ്പോൾ കറക്റ്റ് തേങ്ങ ഉടച്ചപ്പോൾ തന്നെ 2ആയിട്ട് പൊട്ടി പോന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ പോണ വഴിക്ക് നല്ലൊരു സ്ട്രെയിറ്റ് റോഡ്, തിരക്കൊക്കെ കുറഞ്ഞൊരു റോഡ് കണ്ടപ്പോൾ ഞാനൊന്ന് 2-3 തവണയൊക്കെ ഓടിച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രാക്ടീസ് വേണം, എന്നാലേ ഞാൻ റോട്ടിലോട്ട് ഇറക്കുള്ളൂ. അത്രയും കോൺഫിഡൻ്റ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വണ്ടിയൊക്കെ ഓടിച്ച് അമ്മയും വെച്ച് നേരത്തെ കരിക്കൊക്കെ വാങ്ങിച്ച് കുടിക്കാൻ കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ ഒരു കരിക്കും വെട്ടി വാങ്ങിച്ച് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് നടക്കണം. അമ്മേനെ അപ്പോഴേക്കും അപ്പു വീട്ടിലാക്കിയിട്ട് പിന്നെ എന്നെ പിക്ക് ചെയ്യാൻ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.